ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അറബിക് ബിരിയാണിയുമായിട്ടാണ്. സുർബിയാൻ ബിരിയാണി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുറച്ച് എണ്ണയിൽ നല്ല ഉരുളക്കിഴങ്ങും ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇതൊന്ന് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളയണം. ഇതൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂറോളം കുതിർത്തി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചോറ് വെക്കുന്നത്. ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കുതിർത്താനായിട്ട്. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു 3 സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് നമുക്ക് ആദ്യമേ തന്നെ ഫ്രൈ ചെയ്യാൻ വെക്കാം. നല്ലതുപോലെ ക്രിസ്പ് ആവുന്നത് പോലെ ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ സവോള ഒന്ന് ഫ്രൈ ആയി വരാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ സവോള ഫ്രൈ ആക്കി എടുക്കുന്നത്. ഒരു വട്ടം എല്ലാം കൂടി ഇട്ടാൽ ഫ്രൈ ആയി കിട്ടാനും ബുദ്ധിമുട്ടാണ്. എണ്ണയും കൂടുതൽ ഒഴിക്കണം. അതുകൊണ്ട് ആദ്യം പകുതി ഇട്ടിട്ട് പിന്നെ പകുതി കൂടെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുവാണ്. സവോള എല്ലാം ഇടുമ്പോൾ ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കണം കൈകൊണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കരിഞ്ഞു പോവരുതും. ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ മുരിഞ്ഞു വരാറാകുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സവോള എല്ലാം ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് അടുത്തതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സവോളയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാലൻസ് ഇത്രയും എണ്ണയുണ്ട്. ഇത് ഫുള്ള് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി കൊടുത്തിട്ടാണ് ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കുന്നത്. എണ്ണ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലൊന്നും പെരട്ടാതെ തന്നെ വെറുതെയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇങ്ങനെ ഇട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണിത്. ചിക്കൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക, ഒരു വൈറ്റ് ആകുന്നത് വരെ. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചെയ്യാം ഈ സ്റ്റെപ്പ്. അപ്പോൾ വൈറ്റ് ആയിട്ടുണ്ട് ചിക്കൻ. ഒരു 3 മിനിറ്റോളം ഞാനിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലൊക്കെ കിടന്ന്. ഇനി തീ കുറച്ച് വെച്ചും ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ കിടന്നിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ കിടന്ന് അതൊന്ന് ഉപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ക്യുമിൻ സീഡ്, ചെറിയ ജീരകം പൊടിച്ചതാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മന്തിക്കൊക്കെ അന്ന് നമ്മൾ പൊടിച്ചു വെച്ച മസാല പൗഡറാണ്, അറബിക് മസാല പൗഡർ കൂടെ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ എണ്ണയിലും ഈ പൊടിയിലും ഒക്കെ കിടന്ന് നല്ലതുപോലെ ഈ ചിക്കനിലേക്ക് ഇതൊന്ന് പിടിച്ചു കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇതൊന്ന് ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടട്ടെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അത് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളൻ കിഴങ്ങ് 4ആയിട്ട് മുറിച്ചത്, പിന്നെ ഒരു പകുതി തക്കാളി, കുറച്ച് ക്യാപ്സിക്കം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 പച്ചമുളകും. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് കൂടി നമുക്ക് തയ്യാറാക്കാനുണ്ട്. ഇത് ഒരു 1/4 ഭാഗത്തോളം വെന്തതിന് ശേഷമാണ് നമ്മൾ ആ അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു 1/4 ഭാഗത്തോളം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗത്തോളം ബാലൻസ് വെക്കണം, കാരണം നമുക്കിത് ലാസ്റ്റ് ചോറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ബാക്കി ഈ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചി ഇതുപോലൊരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി കൂടുതലും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 4 ടീസ്പൂണോളം തൈരാണ്. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ തൈരിന് പുളി കുറവാണ്. അതുപോലെ കട്ട തൈര് തന്നെ എടുക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ആ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചിക്കനിൽ. അപ്പോൾ ഈ മിക്സ് ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുതും, കാരണം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു അരപ്പ് ചേർക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കാതെ തന്നെ ചേർക്കുക. നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിക്കാം. ആ ജാറിലുള്ള അരപ്പൊക്കെ ആ വെള്ളത്തിലേക്ക് കലക്കിയെടുത്തിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഇനി ഇതിങ്ങനെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ആ ചിക്കനിൽ നിന്നും കൂടെ വെള്ളമൊക്കെ ഇറങ്ങും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒരുപാട് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു സൈഡിലാവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോറ് കൂടെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് അളവില്ല, കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ്, അതായത് നമ്മൾ റൈസ് എടുക്കുന്നതിൻ്റെ 3-4 ഇരട്ടി വെള്ളം വെക്കാം. കാരണം ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിച്ചല്ല എടുക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഒരു ബേ ലീവ്സും 2 പട്ടയും 2 ഏലക്കായും 1 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് വെള്ളം കളഞ്ഞ് ഊറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആ വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കരുത്. റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം. ആ വെള്ളത്തിന് നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവണം, എങ്കിലേ റൈസിലേക്ക് നല്ല ഉപ്പ് പിടിക്കുകയുള്ളൂ. കാരണം ഇത് വറ്റിച്ചും കൂടി അല്ലല്ലോ എടുക്കുന്നത്. വറ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ ആ വെള്ളത്തിലേക്കുള്ള ഉപ്പ് കംപ്ലീറ്റും റൈസിലോട്ട് ചേരും. ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ഇടണം, അല്ലെങ്കിൽ റൈസിന് ഒട്ടും ഉപ്പ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓയിലിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ചേർക്കേണ്ട, കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ബാലൻസ് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്കിത് റൈസിലേക്ക് ഒഴിക്കേണ്ടതാണ്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി. റൈസും അത്രയും വെന്താൽ മതി, ചിക്കനും അത്രയും വെന്ത് കിട്ടിയാൽ മതി. കാരണം ഇത് രണ്ടും നമുക്കൊരു അരമണിക്കൂറോളം ദം ചെയ്യാനുള്ളതാണ്. ഇതാ ചോറ് നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റാം. ഇനിയും കിടന്നാൽ കുഴഞ്ഞു പോകും. അപ്പം ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അരിപ്പ പാത്രത്തിലേക്ക്. ഈ ചിക്കൻ എന്തായാലും നമുക്ക് നോക്കാം. എന്താ ചിക്കനും ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം.
എന്നിട്ട് ഇത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യണം. 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. കാരണം ഒത്തിരി വെന്ത് പോയാൽ ഇതങ്ങ് ഉടഞ്ഞു പോകും. ഞാനൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അപ്പം 3/4% വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇനി ബാക്കി ദമ്മിൽ കിടന്ന് വെന്തോളും. നമുക്കിത് മാറ്റാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കണം. ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ റൈസ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേലും വേറൊരു ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റേ അല്ല ഇതിന്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണിത്. അപ്പോൾ ഇതാ ചോറെല്ലാം ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ബാലൻസ് വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒഴിച്ച ഓയിലാണ് നമ്മളിത് ഫുള്ളായിട്ടും ചേർക്കുന്നത്. വേറെ ഓയിലൊന്നും എടുക്കുന്നില്ല, കുറഞ്ഞ ഓയിൽ മതി. പിന്നെ ഇതിലേക്ക് ആ അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല പൊടിച്ചു വെച്ചാൽ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചതാണ്, അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും റൈസിനും ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു ഫോയിലിംഗ് പേപ്പർ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ അടുപ്പത്താണ് വെക്കുന്നതെങ്കിൽ ആ കനലിട്ട് കൊടുത്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത്. നല്ലതുപോലെ ആക്കിയിട്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറോളം ദം ചെയ്യണം. അപ്പം അതിൻ്റെ ആ ലിഡൊന്ന് ഞാൻ എന്താ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്, ആ ഹോള്. ഇത് ഗ്യാസിലോട്ട് മാറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അരമണിക്കൂറോളം വെച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതൊരു അരമണിക്കൂറോളം ദം ചെയ്ത് വന്നിട്ട് നമുക്ക് ചോറ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ദമ്മായി കഴിഞ്ഞിട്ടുള്ള നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആവിയൊക്കെ വരുന്നു. നല്ലപോലെ ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തും ആദ്യം കുറച്ച് ഈ ചോറ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളച്ചോറ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചിക്കൻ കൂടെ ഒന്ന് കോരി മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് ആ ഗ്രേവിയുമായിട്ടിട്ട് റൈസ് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ. ചിക്കനും കൂടി ഇട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ചിക്കൻ ഉടഞ്ഞു പോകും. കാരണം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ചിക്കനെല്ലാം കോരി മാറ്റാം. ഉടച്ച് കളയാതെ കോരിയെടുക്കണം. ആ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ കോരി മാറ്റുന്നുണ്ട്. പിന്നെ ഇതാ ഈ റൈസ് ആ ഗ്രേവിയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുവാണ്. ഇനി ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അടിയിൽ റൈസും പൊക്കത്ത് ചിക്കനുമായിട്ടാണ് നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.